ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരുടെയൊക്കെ മൊഴികൾ ആർക്കൊക്കെ കുരുക്കാകുമെന്നറിയണം. ഏതായാലും തന്ത്രിമാരുടെ മൊഴിയെടുത്തിരിക്കുന്നു. ദേവസ്വം ബോർഡിന് കുരുക്കാണ് ഈ തന്ത്രിമാരുടെ മൊഴികൾ. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നാണ് തന്ത്രി കണ്ഠരര് രാജീവര് SITക്ക് മൊഴി നൽകിയത്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് മൊഴിയിൽ പറയുന്നത്. മാത്രമല്ല അറ്റകുറ്റപ്പണികൾക്കാണ് അനുമതി നൽകിയതെന്ന് കൂടി തന്ത്രി വ്യക്തമാക്കുന്നു. സ്ഥാപക ജംഗമ വസ്തുക്കൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്ന് കൂടി തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. SITയെ കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്. അത് വേറെ, അതൊക്കെ SITയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. വാജിവാഹനത്തെ കുറിച്ചും SIT ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വാജിവാഹനം സുരക്ഷിതമാണെന്നും അത് തിരിച്ചു നൽകാൻ തയ്യാറാണെന്നും തന്ത്രി കണ്ഠരര് രാജീവരെ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, ദൈവതുല്യനായ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് മൊഴിയുണ്ട്. അത് പക്ഷേ തനിക്ക് ആരാണെന്ന് അറിയില്ല എന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നത്. പക്ഷേ പല കാര്യങ്ങളും, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, അവിടുത്തെ വസ്തുക്കൾ കൈകാര്യം ചെയ്തത്, അതൊക്കെ തന്നെ നിർണായകമാണ്. തന്ത്രിയുടെ മൊഴിയും അതുകൊണ്ട് തന്നെ നിർണായകമാണ്. പക്ഷേ ഇതിൽ തന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാനേ അനുമതി കൊടുത്തിട്ടില്ല എന്നതാണ്. വിനിത, അങ്ങനെയാണ് നേരത്തെ പത്മകുമാർ നൽകിയ മൊഴി. അതൊരു പക്ഷേ ഈ തന്ത്രിയിലേക്ക് ഉള്ള ഒരു സൂചനയാണെന്ന് അങ്ങനെ അഭ്യൂഹമുണ്ട്. അതിനിടയിലാണ് ഈ തന്ത്രിയുടെ മൊഴി എടുക്കുമ്പോൾ അതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി കുരുക്കിലാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായത്. കാരണം ഒരു തരത്തിലും ക്ഷേത്രത്തിലെ വസ്തുക്കളിൽ അധികാരമില്ല. പക്ഷേ തന്ത്രിയുടെ അനുമതിയില്ലാതെ ഈ അറ്റകുറ്റപ്പണി നടക്കില്ലെന്ന് ഉറപ്പാണ്. ആ തരത്തിൽ തന്നെയാണ് അന്വേഷണത്തിലെയും കണ്ടെത്തൽ. തന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ ഈ ദേവസ്വത്തിന് ലഭിച്ചു എന്ന രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തീരുമാനമെടുത്തത് എന്ന മൊഴികളുമുണ്ട്. ഏതായാലും ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നതിനൊപ്പം തന്നെ അവിടെ അറ്റകുറ്റപ്പണിക്ക് അനുവാദം നൽകി. അതിനപ്പുറത്തേക്ക് ഈ വിഗ്രഹത്തിൽ പതിച്ച ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്ത സ്വർണ്ണത്തകളടക്കം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയിട്ടില്ല എന്ന നിലപാടിലേക്ക് തന്ത്രി എത്തുന്നു. വ്യാജവാഹനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കൈവശമുണ്ടെന്ന് പറഞ്ഞതാണ്. അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ അതിൽ അധികാരമുണ്ടെന്ന് തന്ത്രി പറയുമ്പോഴും എങ്ങനെ അത് പുറത്തേക്ക് കൊണ്ടുപോയി എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള കുരുക്കുകൾ ഉണ്ടാക്കുന്ന തന്ത്രിയുടെ മൊഴികളുണ്ട്. അത് വിശദമായി ഇപ്പോൾ പരിശോധിക്കുകയാണ് അന്വേഷണം സംഘം. മാത്രവുമല്ല, പത്മകുമാറിൽ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ഈ മൊഴിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. മാത്രമല്ല, വാസുവിനെ അടക്കം വിശദമായി ഈ തന്ത്രിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഭരണസമിതിക്ക് കൂടുതൽ കുരുക്കാണ് തന്ത്രിയുടെ മൊഴി എന്ന് പറയാതെ വയ്യ. കാരണം എല്ലാ വസ്തുക്കളുടെയും അധികാരം ദേവസ്വം ബോർഡിനാണെന്നത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ശ്രീകോവിലുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക്, പ്രത്യേകിച്ച് ദ്വാരപാലക വിഗ്രഹം അടക്കം അത് അഴിച്ച് അതിന്റെ മുകളിൽ പാകിയ സ്വർണം, അതിന്റെ തകിട് അഴിച്ചു മാറ്റണമെങ്കിൽ അതിന് കൃത്യമായ അനുവാദം വേണം. അവിടെയുള്ള തന്ത്രിയുടെ അനുവാദമില്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല. അത് ആചാരമാണ്. ആചാരത്തിനനുസരിച്ച് മാത്രമേ അറ്റകുറ്റപ്പണി അടക്കം നടത്താൻ കഴിയുള്ളൂ എന്നതാണ്. അതാണ് അവിടെ അങ്ങനെ ചില സംശയങ്ങൾ കൂടി ഉയർന്നത്. ഏതായാലും വലിയ രീതിയിൽ ദേവസ്വം ബോർഡിന് വീണ്ടും കുരുക്കാകുന്ന തരത്തിലുള്ള മൊഴികളാണ് പുറത്തു വരുന്നത്. വിനീത, ശരി. ഏതായാലും എന്താണ് ഇനി പത്മകുമാർ നൽകാൻ പോകുന്ന മൊഴികൾ എന്നത് കൂടി നിർണായകമാണ്. റോഷിപ്പാൽ വിവരങ്ങൾ നൽകുന്നു.